മാനസികരിക്കൂ. ഇതിലിത്ര അപ്സെറ്റ് ആവാനൊന്നുമില്ല. ജേർണലിസം പഠിച്ച് പുറത്തു വരുന്നവർക്കൊക്കെ തുടക്കത്തിലുണ്ടാവുന്ന ഒരു ആവേശമാണിത്. വിഷമം പിടിച്ച വാർത്തകൾക്ക് പിന്നാലെ പായുക, ചൂടാറുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുക. അത് തെറ്റാണെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? തെറ്റാണെന്നല്ല, പക്ഷേ സ്ഥലവും സന്ദർഭവും മാറിപ്പോയാൽ അത് തെറ്റായിട്ട് വരും. മാനസിക്ക് മനസ്സിലായില്ല? ഇല്ല. താൻ ഈ പത്രത്തിലെ ഒരു സ്റ്റാഫാണ്. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് താൻ കൊണ്ടുവരുന്നൊരു വാർത്ത നമ്മുടെ ഡയറക്ടർ മോന്റെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ അത് നമ്മുടെ ഒത്തത്ത് വരില്ല. ഹലോ, അത് എഡിറ്ററാണ്. ബെൻ എഴുതിയ? അതെ, ശരണാലയം. അതിന് സാഹിത്യ അക്കാദമി അവാർഡോ? ആയിരിക്കുമല്ലോ. നല്ല നോവലായോണ്ടാണല്ലോ അവാർഡ് കിട്ടിയത്. ഗ്രന്ഥകർത്താവിന്റെ ഡീറ്റെയിൽസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ. സർ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത്തവണത്തെ അവാർഡ് ശരണാലയത്തിനായിരിക്കുമെന്ന്. എന്ത് ശക്തമാണ് ആ ഭാഷ! അത്തരം ഒരു തീം നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. റിയലി ഫാന്റാസ്റ്റിക്. എവിടുത്തുകാരനാണ് ഈ ബെൻ? അതറിയില്ല. ആദ്യത്തെ നോവലായതുകൊണ്ട് പത്രക്കാരൊന്നും അയാളെ പുറകെ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല. ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യണമല്ലോ. 1 സെക്കൻഡ്.